കണ്ണൂർ നഗരത്തിൽ കനത്ത മഴയാണ്. തളിപ്പറമ്പിൽ കെട്ടിടവും മതിലും തകർന്നു. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന് താഴെയും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും വെള്ളക്കെട്ടുണ്ട്. മാർക്കറ്റിലെ കടകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, കനത്ത മഴയാണ് കണ്ണൂരിലെന്ന് തോന്നുന്നു. ഇപ്പോൾ വടക്ക് മലബാറിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. അതിൽ കണ്ണൂരിലുമുണ്ട്. അവിടെ ഇപ്പോൾ കനത്ത നാശനഷ്ടമാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കെട്ടിടം പൂർണ്ണമായും തകർന്നോ? സ്മൃതി, അതായത് കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിൽ LIC റോഡിന് സമീപത്തുള്ള പഴയ കെട്ടിടമാണ് തകർന്ന് വീണിരിക്കുന്നത്. അതിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ നേരത്തെ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമായിരുന്നു. പക്ഷേ ഈ കാണുന്ന വഴി എന്ന് പറയുന്നത്, ഈ കെട്ടിടം തകർന്നു വീണിരിക്കുന്ന വഴി ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന വഴിയാണ്. കാർഷിക വികസന ബാങ്കിൻ്റെ കെട്ടിടം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന, ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ പോകാൻ വേണ്ടി അവിടെ പ്രധാനപ്പെട്ട 2-3 ഹോട്ടലുകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഈ പറയുന്ന വഴി എന്ന് പറയുന്നത്. നമുക്ക് ആ വഴി കാണാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന ആളുകളൊക്കെ നിൽക്കുന്നത് ആ മേഖലയിലുള്ള ആ വഴിയിലാണ്. ആ വഴിയിൽ നിരന്തരം ആളുകളൊക്കെ സഞ്ചരിക്കുന്ന പരിസര പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ പഴയ കെട്ടിടം തകർന്നു വീണ ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഇതൊരു വലിയ അപകടം ആണ് എന്ന് പറയാൻ കാരണം LIC റോഡിൽ നിന്നും കാർഷിക വികസന ബാങ്കിൻ്റെ ഭാഗത്തേക്കുമൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ്. എന്തായാലും വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും KSEBയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ കല്ലും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഇവിടെ നിന്ന് ഉടൻ മാറ്റി നോക്കണം. കാരണം ഇവിടെ നിരന്തരം ആളുകളൊക്കെ വാഹനത്തിലൂടെയും നടന്നും കാൽനടയുമായും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ JCB ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ കല്ലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പൂർത്തിയാവുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വലിയ അപകടം തന്നെയാണ്. കണ്ണൂരിൽ വലിയ ശക്തമായ രീതിയിലുള്ള മഴ തന്നെ ഇന്ന് രാവിലെ മുതൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെടുന്ന സാഹചര്യവുമുണ്ട്. കണ്ണൂർ നഗരത്തിൽ തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും അതുപോലെ തന്നെ റെയിൽവേ അണ്ടർപാസിന്റെ ഭാഗത്തും കണ്ണൂർ മാർക്കറ്റിന്റെ ഭാഗത്തുമൊക്കെ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിരുന്നു. ശക്തമായ പഴയ കെട്ടിടമാണ് തകർന്നു വീണ എന്ന് മനസ്സിലാക്കണം എന്ന് കരുതുന്നു. കെട്ടിടവും മതിലും തകർന്നു വീണ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും കണ്ണൂരിലും ശക്തമായ മഴ നാശം വിതയ്ക്കുന്നുണ്ട്.